അപ്പോൾ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകണം. നമ്മളിപ്പോഴുള്ളത് തൃശ്ശൂരിലെ ശക്തൻ മാർക്കറ്റിലാണ്. NCERT +2 പാഠപുസ്തകത്തിൽ നിന്ന് ബാബറി മസ്ജിദിനെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഒഴിവാക്കി എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലാണ് ഒഴിവാക്കൽ. രാമക്ഷേത്രവും രാമജന്മഭൂമി പ്രസ്ഥാനവും NCERT പാഠപുസ്തകത്തിൽ ഇടം പിടിക്കുകയും ബാബറി മസ്ജിദിനെ കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കപ്പെടുകയും ചെയ്തു. പുതിയ സംഭവ വികാസങ്ങൾ NCERT പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി എന്നതാണ് NCERT നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. പുതിയ പാഠപുസ്തകം അടുത്ത മാസം മുതൽ വിതരണത്തിന് തയ്യാറാകും. ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത് കെ ശശി, വീണ്ടും NCERT-യിൽ തിരുത്ത്. ബാബറി മസ്ജിദിനെ ഒഴിവാക്കി, രാമക്ഷേത്രം ആ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. എന്താണ് NCERT അധികൃതർ നൽകുന്ന വിശദീകരണം? ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ടോ ഡൽഹിയിൽ? അരുൺകുമാർ, രാമക്ഷേത്ര നിർമ്മാണം പുതിയ സംഭവവികാസം എന്നുള്ള നിലയിൽ NCERT-യുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നതിനെ ആർക്കും എതിർക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അപ്പോൾ തന്നെയും ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമോ എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായും ഉയരുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ എന്ന പാഠഭാഗം 8-മത്തെ അധ്യായത്തിലാണ്. സ്വാതന്ത്ര്യാനന്തര തുടരാം ശരത്ത്. ഹലോ, എനിക്കൊന്നും ക്ലിയർ ആവുന്നില്ല. ശരത്തിന് തുടരാം. ശരത്ത്, ഞാൻ ഇടപെട്ടിട്ടില്ല. ശരത്തിന് തുടരാം. ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് 8-മത്തെ അധ്യായത്തിൽ, പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിന്റെ 8-മത്തെ അധ്യായത്തിലാണ് പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. അതിൽ 139-മത്തെ പേജിലായിരുന്നു ബാബറി മസ്ജിദ് തകർത്തത്, അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി, വലിയ സംവാദങ്ങൾക്ക് തുടക്കമിട്ടു, ദേശീയത, മതേതരത്വം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ ചർച്ചകൾക്ക് കാരണമായി എന്ന് പരാമർശമുണ്ടായത്. ആ 139-ാം പേജിലെ ആ ഭാഗങ്ങളൊക്കെ തന്നെ ഒഴിവാക്കി. അതിനുശേഷം ഇപ്പോൾ പുതിയതായി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാമക്ഷേത്രം നിർമ്മിച്ചതിലൂടെ നൂറ്റാണ്ടുകൾ നീണ്ട നിയമപരവും രാഷ്ട്രീയവുമായ തർക്കങ്ങൾക്ക് അവസാനമായി എന്നതാണ് 139-ാം പേജിൽ വരുത്തിയിരിക്കുന്ന മാറ്റം. അതുപോലെ തന്നെ 148 മുതൽ 151 വരെയുള്ള 3 പേജുകളിൽ 1986-ൽ ബാബറി മസ്ജിദിന്റെ പൂട്ട് പൊളിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം, അതിനുശേഷം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട രാമജന്മഭൂമി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ക്യാമ്പയിൻ, അതിൻ്റെ തുടർച്ചയിൽ രാമക്ഷേത്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാബറി മസ്ജിദ് തകർത്ത കാര്യങ്ങൾ, ഇവയൊക്കെ തന്നെയായിരുന്നു 148 മുതൽ 151-ാം പേജ് വരെ പ്രധാനമായും CBSE-യുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവയൊക്കെ തന്നെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യം CBSE സ്ഥിരീകരിച്ചു. പക്ഷേ ഈ 148-ാം പേജിൽ എന്ത് മാറ്റം വരുത്തി എന്നുള്ളത് ഇപ്പോൾ CBSE വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ 139-ാം പേജിലെ മാറ്റങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം CBSE പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ 8-ാം അധ്യായത്തിൽ പാഠഭാഗത്തിൻ്റെ അവസാനം കുട്ടികൾക്ക് ഈ ക്രോണോളജിക്കൽ ഓർഡറിൽ ഓരോ സംഭവ വികാസങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു മേഖലയുണ്ട്. അവിടെ നേരത്തെ ഉണ്ടായിരുന്നത് ബാബറി മസ്ജിദ് തകർത്ത തീയതിയായിരുന്നു 1992 ഡിസംബർ 6. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരാൻ വേണ്ടി പോകുന്ന പാഠപുസ്തകത്തിൽ ആ തീയതി ഒഴിവാക്കിയിരിക്കുന്നു. പകരം രാമക്ഷേത്രം നിർമ്മിച്ച 2019 ടൈം ലൈനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങൾ വരുത്തിയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് CBSE നൽകുന്ന വിശദീകരണം, ഈ പാഠഭാഗം 2006-2007 അധ്യയന വർഷത്തിന് ശേഷം ഇതുവരെ പരിഷ്കരിച്ചിട്ടില്ല. അതിന് കഴിഞ്ഞ് ഇപ്പോൾ 2019-ൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അയോധ്യ കേസുമായി ബന്ധപ്പെട്ട വിധി പറഞ്ഞു. അതിനുശേഷമുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്തിയത്. മറ്റ് ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും ഈ പരിഷ്കരണത്തിന് പിന്നിലില്ല എന്നതാണ് CBSE-യും അതുപോലെ തന്നെ NCERT-യും വ്യക്തമാക്കുന്നത്. 2024-25 അതായത് പുതിയ അധ്യയന വർഷം മുതൽ +2 വിദ്യാർത്ഥികൾക്ക് ഈ പരിഷ്കരിച്ച പാഠപുസ്തകമായിരിക്കും പഠിക്കേണ്ടി വരിക. ഓക്കെ ശരത്ത്, വീണ്ടും NCERT പാഠപുസ്തകത്തിൽ തിരുത്തലുകൾ വരുത്തുന്നു. നമ്മുടെയൊക്കെ അധികാരികൾ കരുതുന്നത് എന്താണെന്നറിയാമോ? പാഠപുസ്തകത്തിൽ ഒരു തിരുത്തൽ വരുത്തിയാൽ ചരിത്രം അങ്ങനെ അങ്ങ് മുറിഞ്ഞു പോകും, മാഞ്ഞു പോകും എന്നുള്ളതാണ്. അങ്ങനെ അത്ര വേഗം മാഞ്ഞു പോകുന്നതല്ലല്ലോ. നമ്മൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയാൽ ഗാന്ധി ഇല്ലാതാകുന്നില്ല, പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കിയാൽ അക്ബർ ഇല്ലാതാകുന്നില്ല. ആ ചരിത്രമൊക്കെ അവർ പിന്നീട് പല വിധത്തിലും പഠിക്കും. അന്ന് ഈ ഒഴിവാക്കിയവരെക്കുറിച്ച് ഈ പുതിയ തലമുറയ്ക്ക് എന്താ തോന്നുക എന്ന് മാത്രമേ നിങ്ങൾ ആലോചിക്കേണ്ടതുള്ളൂ. ചരിത്രം വസ്തുനിഷ്ഠമായി തന്നെ പഠിപ്പിക്കണം. അതാര് ഭരിക്കുമ്പോഴാണെങ്കിലും വസ്തുനിഷ്ഠമായി ചരിത്രാഖ്യാനങ്ങൾ ഉണ്ടാവണം. അതാവണം വിദ്യാർത്ഥി പഠിക്കേണ്ടത്. ഒളിപ്പിച്ചും കബളിപ്പിച്ചും ഒഴിവാക്കിയുമല്ല വിദ്യാർത്ഥി പഠിക്കേണ്ടത്. അത് വിദ്യാർത്ഥിയുടെ ചരിത്രബോധത്തെ, രാഷ്ട്രീയ ബോധത്തെ ബാധിക്കുമെന്നുള്ളതും അധികാരികൾ മനസ്സിലാക്കേണ്ടതാണ്. നിർഭാഗ്യകരമായ കാര്യമാണ്. ബാബറി മസ്ജിദ് ഒഴിവാക്കി രാമക്ഷേത്രം NCERT
പാഠപുസ്തകത്തിൽ വരുന്നത്. അത് എന്തിൻ്റെ ന്യായീകരണമാണെങ്കിലും അത് പൂർണ്ണമായ ചരിത്രത്തിൻ്റെ ആഖ്യാനമല്ല.